ഹായ് ഹലോ നമ്മളിതേ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്മേനിന്ന് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഗസ്റ്റുകൾ ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കത് ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഹായ് എന്ന് പറഞ്ഞ ഹായ് പറയും ഒരു ഹായ് പറഞ്ഞു ഇത് അമ്മ തരാം. ഹായ് എന്ന് പറ. തരില്ല. ഹായ് പറയേ ഇല്ല, നമ്മൾ തരില്ല. അങ്ങനെ കൂടി പോവാനെ കാണില്ലല്ലേ. അയൻകുട്ടൻ ഒന്ന് കാണിച്ചു. അതിന് ഹായ് എന്ന് പറഞ്ഞു. അവനും തരില്ല. ഹായ് എന്ന് പറഞ്ഞാ ഹലോ. കുട്ടികൾക്കൊക്കെ ദേഷ്യം പെടാൻ തുടങ്ങിയിട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അയാനെ പൊറപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇനി അമ്മേനെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പ്രവേശനം ഇല്ല കേട്ടോ. ഇവർ 1 മണിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിലെ കുട്ടികളൊക്കെ 1 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പതുക്കെ വരികയാണ്. അപ്പോൾ കോസ്റ്റ്യൂംസൊക്കെ ഇതേ മുണ്ടും ഷർട്ടും ഷൂ ഒക്കെയാണ്. ഇനി ഒരു സ്പെക്സും കൂടെ ഉണ്ട് കേട്ടോ. ഒരു പാലാപ്പള്ളി തിരുപ്പള്ളിയുള്ള സോങ്ങാണ്. ഗസ്റ്റൊക്കെ വരാൻ ടൈം ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കുട്ടികളൊക്കെ അതേ വരവരിക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പ്രോഗ്രാമിലെ കുട്ടികളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിലാണ് കേട്ടോ. കുറച്ച് മാലാക കുട്ടികളെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഗസ്റ്റുകൾ നേരെ വരെ ഈ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ അതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. തിരക്കും കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനിടയിൽ ഇത് അയാൻ വെള്ളം ഇങ്ങനെ കുടിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. ലൈം ജ്യൂസാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ അമ്മൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ്. മാത്സാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളിതാ ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. വരുന്ന കാണാമല്ലോ കേട്ടോ, കാല് കിഴക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ അയാന് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ വരിക, കുറച്ച് നേരമൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തൊക്കെയൊക്കെ കഴിക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇതേ ഞങ്ങളിത് വീണ്ടും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് അവരെ വക സ്പീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. കുറേ ആയിട്ട് എനിക്ക് ബോറടിക്കുമല്ലോ. പിന്നെ ഇനി കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അമ്മൻ്റെ ക്ലാസ്സിൽ അമൻക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ടോപ്പ് മാർക്ക് അവനക്കാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാം. എന്നിട്ട് കുറച്ച് പ്രോഗ്രാമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പറ്റുവാണെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. അടുത്ത അമ്മൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. 9ാമത്തെ പ്രോഗ്രാമായിരുന്നു അവൻ്റെത്. 9ാമത്തെ ഡാൻസ് ആയിരുന്നു. റൈറ്റ് സൈഡിൽ ഫസ്റ്റായിട്ട് നിൽക്കുന്നതാണ് അമ്മന്. അപ്പം ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്
പിന്നെ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. ഇനിയും നിറയെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാനായിട്ട് പറ്റുന്നില്ല. അത് കാരണം ഞങ്ങൾ ഇവൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ കളിക്കണതിൻ്റെ ഒപ്പം തന്നെ അയാൻ നന്നായിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൻ എടുക്കണ കാരണം എനിക്ക് അയാൻ അത്ര കണ്ട് എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് അയാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് അവൻ്റെ പ്രോഗ്രാമിൻ്റെ കുറച്ച് മുമ്പായിട്ടായിരുന്നു. അത് കാരണം അവൻ ട്രോഫിയൊന്നും വാങ്ങണത് ഇക്ക കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് കൗതുകത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, എനിക്കിങ്ങനെ ട്രോഫി കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ഈ സ്കൂൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലം വീട്ടാമ്പാറയാണ് കേട്ടോ. അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അട്ടിപ്പള്ളി കിഡിലൻ സ്കൂളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വന്നോളൂ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ ഞങ്ങളിത് പോകാനെടുക്കുമ്പോഴാണ് അടുത്ത ഐറ്റം ഇവിടെ അരങ്ങേറുന്നത് കേട്ടോ. അവനക്ക് സ്പെക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് അയാൾക്ക് ആ സ്പെക്സ് വേണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവൻ കരഞ്ഞിട്ട് അവനക്കൊന്ന് വെച്ച് കൊടുത്തു. പക്ഷേ അതെടുക്കുമ്പോൾ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു കടയിൽ കയറിയിട്ട് അയാൾക്ക് ഇതേപോലത്തെ ഒരു സ്പെക്സ് വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ എത്തിയാൽ ഉടനെ അടി ആയിരിക്കും. അത് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ.